ഏറെ വിവാദമായ പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് കോടതി വിധി പറയും. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഷാരോണിന്റെ പിതാവ് ജയരാജ് പറഞ്ഞു. ഗ്രീഷ്മയുടെ വീട്ടുകാർ കൊലപാതകത്തിന് കൂട്ടുനിന്നു. പ്രണയത്തിന്റെ പേരിൽ ഗ്രീഷ്മ മകനോട് കാണിച്ചത് ചതിയാണെന്നും ജയരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. ശിക്ഷാവിധി കിട്ടുമെന്ന് 100% പ്രതീക്ഷയാണ്. ഞങ്ങൾ കേസിന്റെ പുറകിലാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് പരമായ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, ഇപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന്, പിന്നെ പുറത്ത് ഇത് ദൃശ്യമാധ്യമങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ കേസ് വിജയിക്കും. കേസ് ശിക്ഷ കിട്ടും, പരമാവധി ശിക്ഷ കിട്ടണം, 3 പേർക്കും കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഈ പ്രോസിക്യൂഷൻ വാദം, അതായത് നമ്മൾ വാദിഭാഗം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ധരിപ്പിക്കാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് കൊടുത്തതെന്ന് അവൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്രീഷ്മ. അത് ഞങ്ങളെല്ലാം അതിന്റെ പുറകെ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഇത് പ്രോസിക്യൂട്ടറിന് കുഴപ്പമൊന്നുമില്ല. ഒരു മാതൃകാപരമായ വിധി ഉണ്ടാവും, ഏറ്റെങ്കിലും ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതാണ്. എങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. ഏതൊരു ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നുപോയത്? ഞങ്ങൾ ഈ 2 വർഷം കൊണ്ട് എങ്ങനെ ജീവിച്ചു തിരുവനന്തപുരമെന്ന് ഞങ്ങൾക്ക് പോലും അറിഞ്ഞില്ല. അത് വളരെ ധൈര്യമാണ് ഞങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വേദനയോടുകൂടി ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾ എന്തിനു ജീവിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ജീവിച്ചിട്ട് മോന് വേണ്ടി ഞങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഈ കേസിന്റെ ഒരു വഴിക്കെങ്കിലും എത്തിക്കണം. അതുകൊണ്ടാണ് ഞങ്ങളത് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവൾ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ അവർക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, ആ ഒരു തീരുമാനം. ഞങ്ങൾ അത്രയ്ക്ക് വിഷമം, മാനസികമായി അത്രയ്ക്ക് അസുഖം. ഞാൻ നേരെ നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനിപ്പോൾ എനിക്ക് നടക്കാൻ പറ്റിയതായി. അപ്പോൾ എന്തുമാത്രം വിഷമം എന്ന് പറഞ്ഞാൽ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത വിഷമത്തിലാണ് നടക്കുന്നത്. എല്ലാം ഓരോ ദിവസവും ഒരു പ്രണയമാണ്, 2 പേർ തമ്മിൽ ഇഷ്ടപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഒരാൾക്ക് ഒഴിവാകണമെങ്കിൽ ആ തരത്തിൽ പറഞ്ഞൊഴിവാകാം. പല ഈ പുതിയ കാലഘട്ടമാണ്. പക്ഷെ ഈ തരത്തിൽ ഒരു കൃത്യം ചെയ്യുക, ആ തരത്തിൽ മനസാക്ഷിയില്ലാതെ പെരുമാറുക, ഇങ്ങനെ തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഇത് ഒരു വലിയ തെറ്റായ സന്ദേശമായിരുന്നു ഈ പെരുമാറ്റം. അതേക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അത് തെറ്റായ സമീപനം തന്നെ. ഒരാളെ സ്നേഹിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് പരസ്പരം സ്നേഹിക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല പ്രേമത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അവക്ക് ആ ഒരു ഇതല്ല. കൊല്ലുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലക്ഷ്യവുമില്ല. കൊല്ലുക, അവനെ കൊന്നുകളയുക. അല്ലാതെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അവിടെ കൊണ്ട് പരാതി കൊടുത്ത് കേസ് പിൻവലിക്കാം. ആൾക്കാരെ ബന്ധങ്ങൾ എത്രയും പേര് മാറുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തില്ല. അവർക്ക് കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മോനെ കൊന്നുകളയുക. അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് അവനെ കൊല്ലുക എന്നുള്ളതാണ്. മോനെ കൊന്നുകളയുക. ഒരു കുടുംബത്തിലെ മറ്റൊരു ഒരു നല്ല വിദ്യാസമ്പന്നനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുമായി അങ്ങനെ ചെയ്തതാണ്. അവിടെ ഭയങ്കര ചതിയാണ് ചെയ്തത്. ലോകത്ത് ഒരമ്മയും ഒരു മക്കൾക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവരെ വീട്ടിൽ അവരങ്ങനെ ആയിരിക്കാം. അങ്ങനെ സാധാരണ ആരും ചെയ്യാത്തതാണ്. പക്ഷെ അവൾ ചെയ്തു. ഗ്രീഷ്മയുടെ അമ്മയും ഗ്രീഷ്മയും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു മകനെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്നേഹം കാണിച്ച് കഷായത്തിൽ കൂടെ എന്തോ മാരകമായ എന്തോ ചേർത്ത് കൊടുത്ത് എൻ്റെ മോനെ കൊന്നളാണ്. ഈ പ്രോസിക്യൂഷൻ ഈ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിഭാഗം ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ആത്മഹത്യാ പ്രവണതയുള്ള ആളാണ്, ഈ കഷായത്തിൽ വിഷം ചേർത്ത് വെച്ചത് സ്വന്തമായി കുടിക്കാനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. എന്തെങ്കിലും ശരിയുടെ അംശമില്ല. അത് ശരിയൊന്നുമില്ല. വക്കീലിന്റെ ഒരു കളി കൊണ്ടിട്ടാണ് ഇവളെ കോടതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അവളുടെ അന്നത്തെ വക്കീലിന്റെ കഴിവുകൊണ്ടാണ്. അവൾ അങ്ങനെ നാടകം ഉണ്ടാക്കിയതാണ്. അങ്ങനെയൊന്നും ചെയ്യില്ല. അതായത് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അവൾ മനഃപൂർവ്വം ചെയ്യണതാണ്. അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല. അവൾ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോടാണ്. അതിനകത്ത് വേറെ ഒരു ചിന്ത പറഞ്ഞില്ല. അവളെ കൊന്നുകളഞ്ഞ് എനിക്ക് മറ്റവനെ കല്യാണം ചെയ്ത് ജീവിക്കുക, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ തെളിവെടുപ്പിന്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് ഗ്രീഷ്മയെ ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുമ്പോൾ വളരെ സന്തോഷവതിയായി അവരോട് കളിച്ചു ചിരിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ കാണുന്നത്. സത്യത്തിൽ ആ സമയത്ത് പോലും ഞങ്ങൾക്ക് ഞെട്ടലുണ്ടായി. അതൊക്കെ കണ്ടിരുന്നു, ടെലിവിഷനിൽ കണ്ടിരുന്നു. അല്ല, അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ 1 വർഷത്തോളം എത്തിയപ്പോൾ ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ ആ ഇറങ്ങുന്ന ഒരു സീൻ മാത്രം കണ്ടാൽ മതി.
ഏത് ഒരു അച്ഛനും അമ്മയ്ക്കും അങ്ങനെ അത്രയ്ക്ക് ജീവിതം വെറുത്ത ഒരു സംഭവമാണ്. മാവേലിക്കര ജയിലിൽ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ അവൾ ഇറങ്ങി പറഞ്ഞ സീന് കണ്ടാൽ മനസ്സിലാവും. അവൾ വെറുതെ വീഗലാൻഡ് ടൂർ പോയിട്ട് വരുമ്പോഴാണ് അവൾ പോയിട്ട് വന്നത്. ഷാരോൺ വധക്കേസിൽ ഇന്ന് വിധി പറയാനിരിക്കെ അച്ഛൻ ജയരാജ് ന്യൂസ് 18നോട് സംസാരിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. വിവരങ്ങളുമായി വി വിനോദ്. വിനോദ്, വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഷാരോണിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനൊരു ക്രൂരകൃത്യം ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ ഒരു ക്രൂരകൃത്യം നടന്നു എന്നതായിരുന്നു എല്ലാവരെയും വലിയ രീതിയിൽ ഞെട്ടിച്ചത്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കാൻ എത്ര കണ്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്? ഗ്രീഷ്മ സമ്മതിച്ചു എങ്കിൽ പോലും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ എത്ര കണ്ട് പ്രോസിക്യൂഷൻ വിജയിച്ചു എന്നതാണ് ഇന്നത്തെ ദിവസത്തെ വിധിയെ നിർണായകമാക്കുക. എന്തൊക്കെയാണ് നമുക്ക് ഈ ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോഴത്തേക്ക് ഈ വിധി പ്രതീക്ഷിക്കാം? ശ്രീജ, ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര കോടതിക്ക് മുമ്പിലാണുള്ളത്. സെഷൻസ് കോടതിയാണ് ഇന്ന് ഈ കേസിൽ വിധി പറയുന്നത്. ഏതാണ്ട് 6 മാസത്തിലധികമാണ് ഇതിന്റെ വിചാരണ നീണ്ടത്. കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഈ കേസിന് ആധാരമായ ഒരു കാര്യമായി പറയേണ്ടത്. കാരണം രണ്ടുപേർ തമ്മിൽ ഇഷ്ടത്തിലാകുന്നു, പിന്നീട് കാമുകനെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ കഷായത്തിൽ വിഷം ചേർത്ത് നൽകുന്നു, കളനാശിനി ചേർത്ത് നൽകി എന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഇതിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ പ്രതിയുടെ ചെയ്തികൾ ഒന്നൊന്നായി പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇതിനകത്തൊരു കുറ്റകൃത്യത്തിന്റെ എലമെന്റ് ഉണ്ട്, കൃത്യമായി അങ്ങനെ ഒരു ക്രൈം നടന്നു എന്ന വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരും. പക്ഷേ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദങ്ങളുണ്ട്. പ്രതിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട്, സ്വന്തമായി കുടിക്കുന്നതിന് വേണ്ടി കഷായത്തിൽ ഇങ്ങനെ വിഷം ചേർത്ത് വെച്ചിരുന്നതാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ചും അവിടെ അണുനാശിനി എടുത്ത് ഈ പ്രതി കുടിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഷാരോണിന്റെ വീട്ടുകാർ പറയുന്നത് അത് അന്ന് വക്കീൽ ഒരുക്കിയ ഒരു നാടകമാണ്, പ്രതിക്ക് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ നാടകമെന്നാണ് ഷാരോണിന്റെ വീട്ടുകാർ പറയുന്നത്. ഇതിന്റെ ഒരു തെളിവെടുപ്പിന്റെ സമയവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഘട്ടവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പാരാക്കിറ്റ് എന്ന് പറയുന്ന കളനാശിനി അത് അമ്മാവനാണ് വാങ്ങിക്കൊടുക്കുന്നത്. ആ കളനാശിനിയാണ് വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തുകയും അവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ വസ്തുവിൽ ചേർത്ത് കഷായത്തിൽ ചേർത്ത് നൽകുകയും ചെയ്തത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ വിഷം നൽകുന്നതിനുള്ള ശ്രമമുണ്ടായെന്നാണ്. ജ്യൂസിൽ പാരസെറ്റമോൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഷാരോൺ രക്ഷപ്പെട്ടു. പിന്നീടാണ് ഇങ്ങനെ ഈ കളനാശിനി നൽകുന്നത്. ഈ കളനാശിനി കുറിച്ചുള്ള വിശദമായ പരിശോധന പിന്നീട് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അടക്കം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് ഉള്ളിൽ ചെന്നാലുള്ള പ്രശ്നം ക്രമേണയാണ് ആന്തരിക അവയവങ്ങൾ നശിക്കുന്നത്, അഴുകിപ്പോകുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെയാണ് ഷാരോണിന്റെ അന്ത്യം സംഭവിക്കുന്നതും. ഒക്ടോബർ 14 ആശുപത്രിയിലാകുന്നു. 2022 ഒക്ടോബർ 14 ആശുപത്രിയിലാകുന്നു. 25 മരണം സംഭവിക്കുന്നത്. ഈ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു. പക്ഷെ അതിൽ ഇങ്ങനെ കാമുകയാണ് വിഷം നൽകിയതെന്ന കാര്യം ഷാരോൺ പറഞ്ഞിരുന്നില്ല. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പിന്നീട് ഇക്കാര്യം പറഞ്ഞു. ചതി പറ്റി, തനിക്കിങ്ങനെ വിഷം തന്നതാണ് എന്ന കാര്യം ഷാരോൺ വീട്ടുകാരോട് പറയുന്ന നിലയുണ്ടായി. അത്ര കണ്ട് ഈ പെൺകുട്ടിയെ ഷാരോൺ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു മൊഴി മജിസ്ട്രേറ്റിന് നൽകാത്തതെന്നാണ് വീട്ടുകാർ പിന്നീട് പറഞ്ഞത്. ഏതായിരുന്നാലും ഇത്രയും പ്രമാദമായ ഒരു കേസിലാണ് ഇന്ന് വിധി വരാനുള്ളത്. നൽകിയത് ഈ വാർത്ത തന്നെ നമ്മൾ പ്രധാനമായി ഇന്ന് ഫോളോ ചെയ്യും. അത് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നാണ് ഈ വിധി വരേണ്ടത്.